നമസ്കാരം. എന്തോണു പ്രിയമുള്ളവരെ, എന്തൊക്കെയാ വർത്തമാനങ്ങൾ, വിവരങ്ങളൊക്കെ പറയൂ. സുഖം തന്നെയല്ലേ? ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരത്തിൽ കയറിയിട്ട് എന്താ അന്ന് മുതലുള്ള സമരങ്ങളും ലഹളകളും എന്തൊക്കെയാണ്? ഇപ്പോൾ ഇത് TV തുറന്നാൽ തന്നെ സമരം ഇതും. അപ്പോൾ ശാന്തമായിട്ട് ഒരു നല്ല രീതിയിൽ ഭരണം ഒക്കെ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പോൾ എന്താ കാര്യം, എന്താണ് ഉദ്ദേശം? നല്ലൊരു ഭരണം നടക്കട്ടെ. പാവപ്പെട്ടുള്ളവരൊരു പ്രശ്നങ്ങൾ സംബന്ധിച്ച് നല്ലൊരു ഭരണമാണ് നമുക്ക് ആവശ്യം. അത് ആര് ഭരിച്ചാലും പാവങ്ങൾക്ക്, സാധാരണക്കാരൊക്കെ ജീവിക്കാൻ വളരെ മാർഗം നല്ലൊരു ഭരണം നമുക്ക്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നടക്കട്ടെ. നല്ല ഭരണമാക്കാനുള്ള കഴിയട്ടെ. സംരംഭങ്ങളും ഒക്കെ ഇപ്പോൾ ഞങ്ങളാണ് ഭരണത്തെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഭരിക്കണമെങ്കിൽ, അതായത് LDF ആണ് ഭരിക്കണമെങ്കിൽ പാവപ്പെട്ട എന്നുള്ള വാക്കില്ലേ, അതെടുത്ത് തന്നെ കളയാൻ തീരുമാനിച്ചത്. പാവപ്പെട്ട എന്നുള്ളൊരു ആ വാചകം, ആ വാക്ക് അതില്ലാതാക്കിയിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾ മനസ്സിലാവുണ്ടോ? നമ്മൾ ഈ ശ്രദ്ധിക്കുക, അപ്പം മനസ്സിലാവുണ്ടോ? പാവപ്പെട്ടെന്ന് ഉള്ള വിഷയം ആ വാക്ക് എടുത്തു കളഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വരട്ടെ, നല്ല ഭരണങ്ങൾ വരട്ടെ, നാടിന് ഗുണങ്ങളുണ്ടാവട്ടെ. അപ്പോൾ പിന്നെ പിണറായി 10 കൊല്ലം ഭരിച്ചു, അതേപോലെയൊക്കെ ഭരിക്കാൻ സാധിക്കട്ടെ 5 കൊല്ലെങ്കിലും, അത്രയെങ്കിലും. പിണറായിയുടെ എന്ത് ദുരിതം എല്ലാം, എന്ത് ദുരിതം വന്നപ്പോഴൊക്കെ തരണം ചെയ്തൊരു വ്യക്തിയായിരുന്നു അല്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ തരണം ചെയ്യാൻ വി.ഡി. സതീശന് കഴിയട്ടെ, അദ്ദേഹത്തിന് കഴിയട്ടെ. മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ നല്ല സമരങ്ങളാണ് പിണറായിയുടെ വീട്ടിൽ. അവിടെ വീട്ടിലൊക്കെ ED ചെക്കിങ്ങും ഭയങ്കര ഇതൊക്കെയാണല്ലോ. എന്താണ് അയാളെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളൊക്കെ നാടിന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? ഏതായാലും നമ്മുടെ പാവപ്പെട്ടെന്നുള്ള ആ വാക്ക് എടുത്തു കളയേണ്ടതായിരുന്നു. അത് ഇപ്പോൾ UDF ഒന്നും എടുത്തു കളയാൻ പറ്റില്ല. ഏതായാലും നല്ല ഭരണങ്ങൾ വരട്ടെ. എല്ലാവിടം കിട്ടി. വലിയ LDFൻ്റെ മെയിൻ മന്ത്രിമാരും MLA മാരൊക്കെ പോയി, മന്ത്രിമാർ തന്നെ പോയില്ലോ. അപ്പോൾ UDF 102 സീറ്റ് കിട്ടി, നല്ലൊരു ഭരണത്തിൽ കയറി. ഇവിടെ കോങ്ങാടൊന്നും ഒരിക്കലും LDFൻ്റെ കുത്തകയായിരുന്നു. കോങ്ങാടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് തുളസി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. തുളസി MLA ആവുമെന്ന് വെച്ചുള്ളൂ. അത് കോങ്ങാടിൽ ആദ്യമായിട്ട് മന്ത്രിയായി വന്നു. തുളസി ടീച്ചർ മന്ത്രിയായി കോങ്ങാട്ടിൽ. അപ്പോൾ ഈ കോങ്ങാട്ടിലും പാലക്കാടും, പിന്നെ ഭർത്താവ് MP ആണ് പാലക്കാടിൻ്റെ. അപ്പോൾ അവർക്കൊക്കെ ഇനി എന്തെങ്കിലും പാലക്കാട് ഈ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അതുപോലെ ഇപ്പോൾ മണ്ണാർക്കാട് ശംസുദ്ദീൻ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി. ഏതായാലും നല്ല കുട്ടികളൊക്കെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ, നല്ല വിജയിക്കട്ടെ. നമ്മൾക്ക് ആര് ഭരിച്ചാലും നാടിന് നന്മ പറ്റാം, പാവം കെട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, കൂടുതൽ തെറിപ്പിക്കില്ല. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക.